കായംകുളം നഗരസഭയിൽ കഴിഞ്ഞ ഇടതുഭരണകാലത്ത് ശുചിമുറി മാലിന്യ സംസ്കരണത്തിനായി മൊബൈൽ ട്രീറ്റ്മെന്റ് യൂണിറ്റ് വാഹനം വാങ്ങിയത് സമഗ്ര അന്വേഷണത്തിന് വിധേയമാക്കണമെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയോട് ആവശ്യപ്പെടുവാൻ തീരുമാനിച്ചെന്ന് നഗരസഭാ ചെയർമാൻ ശരത് ലാൽ ബെല്ലാരി പറഞ്ഞു. പദ്ധതിക്ക് അന്നത്തെ ചെയർപേഴ്സന്റെ മുൻകൂർ അനുമതി സാധൂകരിക്കുന്നതിന് കൂട്ടുനിന്ന കൗൺസിലർമാരിൽ നിന്നും സാമ്പത്തിക നഷ്ടം ഈടാക്കി എടുക്കുന്നതിന് നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെടുമെന്ന് ചെയർമാൻ പറഞ്ഞു. കായംകുളം നഗരസഭയിൽ കഴിഞ്ഞ ഇടത് ഭരണകാലത്തെ ശുചിമുറി മാലിന്യ സംസ്കരണത്തിനായി മൊബൈൽ ട്രീറ്റ്മെന്റ് യൂണിറ്റ് വാഹനം വാങ്ങിയത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അന്വേഷിച്ച് നടപടി സ്വീകരിക്കുന്നതിന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയോട് ആവശ്യപ്പെടുന്നതിന് നഗരസഭാ കൗൺസിൽ യോഗം തീരുമാനിച്ചതായി നഗരസഭാ ചെയർമാൻ ശരത് ലാൽ ബെല്ലാരി പറഞ്ഞു. കഴിഞ്ഞ നഗരസഭാ ഭരണകാലത്ത് ഏറെ വിവാദമായ FSTP പദ്ധതിയാണ് കക്കൂസ് മാലിന്യ നിർമ്മാണത്തിന് വാങ്ങിയ മൊബൈൽ ട്രീറ്റ്മെൻറ്റ് യൂണിറ്റ് വാഹനം. 2025 മെയ് മാസത്തിൽ കഴിഞ്ഞ ഭരണസമിതി വാങ്ങിയ ഈ വാഹനം ഒരു ദിവസം പോലും പ്രവർത്തിപ്പിക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല. യാതൊരുവിധ നടപടിക്രമങ്ങളും പാലിക്കാതെയാണ് ഈ വാഹനം അവർ വാങ്ങിയത്. ഈ പദ്ധതിയിൽ വൻ അഴിമതി നടന്നിട്ടുണ്ടെന്ന് വിജിലൻസ് അന്വേഷണം നടത്തണമെന്നും കൗൺസിലർമാർ ആവശ്യപ്പെടുകയാണ്. ബഹുമാനപ്പെട്ട സ്റ്റാൻഡിംഗ് കമ്മിറ്റിയോ കൗൺസിലോ അറിയാതെയാണ് ഇതിന് മുൻകൂർ അനുമതി പാസ്സാക്കിയിട്ടുള്ളത്. ഇത് മൊബൈൽ ട്രീറ്റ്മെൻറ്റ് യൂണിറ്റാണ്. ഇത് ഓരോ ഇവിടുത്തെ സാഹചര്യത്തിൽ ഇവിടെ ഒരു 5 സെൻറ്റിലും 4 സെൻറ്റിലും 3 സെൻറ്റിലും 1 സെൻറ്റിലും ഒക്കെ താമസിക്കുന്ന കൂട്ടം കൂടിയുള്ള വീടുകളാണ്. അവിടെ ഈ തൊടിയാണ് താത്തിരിക്കുന്നത്, വെറും മണ്ണിലാണ് തൊടി താത്ത് വെച്ചേക്കുന്നത്. ഇത് സക്ക് ചെയ്തെടുത്താൽ ഈ മണ്ണ് ഉൾപ്പെടെയാണ് കയറി വരുന്നത്. അവിടെ ഇത് ട്രീറ്റ് ചെയ്ത് വരുന്നില്ല. സെപ്റ്റി ടാങ്ക് ഉള്ളിടത്ത് ഇത് ഫലപ്രദമായി ഉപയോഗിക്കാൻ കഴിയുള്ളൂ. മാത്രമല്ല, ഇതെടുക്കുന്ന സ്ഥലത്ത് തൊട്ടടുത്ത വീട്ടുകാരും പ്രശ്നം ഉണ്ടാക്കും. ഇത് പകലെ കൊണ്ടുവരാനൊക്കത്തുള്ളൂ. ഇത് വർക്ക് ചെയ്യണമെങ്കിൽ ഈ പറഞ്ഞ വാഷിംഗ് സെൻറ്ററും ഈ സ്ലഡ്ജ് ഡിപ്പോസിറ്റ് ചെയ്യാനുള്ള സംവിധാനം ഇല്ലാതെ ഒരിടത്ത് പോലും വണ്ടി കൊണ്ടുപോകാനൊക്കത്തില്ല. വണ്ടി വൈകിട്ട് കൊണ്ടുപോയി എവിടെ കൊണ്ടിടുന്നത്? ശുചിമുറി മാലിന്യ സംസ്കരണത്തിനായി മൊബൈൽ ട്രീറ്റ്മെന്റ് യൂണിറ്റ് വാഹനം കൗൺസിൽ അനുമതിയില്ലാതെ 50 ലക്ഷം രൂപയുടെ FSTP പദ്ധതിക്ക് കഴിഞ്ഞ ചെയർപേഴ്സൺ മുൻകൂർ അനുമതി നൽകി വാങ്ങുകയായിരുന്നു. ഗുരുതര ക്രമക്കേടുകളും അഴിമതിയും ഇത് സംബന്ധിച്ച് ഉണ്ടായി. ഈ കാര്യത്തിൽ സമഗ്രമായ അന്വേഷണം നടത്തണമെന്നാണ് മന്ത്രിയോട് ആവശ്യപ്പെടാൻ പോകുന്നതെന്നും ചെയർമാൻ പറഞ്ഞു. മുൻ നഗരസഭാ ചെയർപേഴ്സന്റെ മുൻകൂർ അനുമതി സാധൂകരിക്കുന്നതിന് കൂട്ടുനിന്ന കൗൺസിലർമാരിൽ നിന്നും പദ്ധതിയുടെ പേരിൽ നഷ്ടപ്പെടുത്തുന്ന സാമ്പത്തിക നഷ്ടം ഈടാക്കിയെടുക്കുന്നതിനും കൗൺസിൽ യോഗം തീരുമാനിച്ചതായി ചെയർമാൻ പറഞ്ഞു. നഗരത്തിൽ വിവാദമായ മൊബൈൽ ട്രീറ്റ്മെന്റ് യൂണിറ്റ് വാഹനം ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി, നഗരസഭാ കൗൺസിൽ എന്നിവകളിൽ പോലും ചർച്ച ചെയ്യാതെയാണ് വാങ്ങിയതെന്നും UDF കൗൺസിലർമാരും പറഞ്ഞു. 2025 മെയ് മാസം വാങ്ങിയ FSTP വാഹനം നാളിതുവരെ പ്രവർത്തിപ്പിച്ചിട്ടില്ല. ഈ കാര്യവും പരിശോധിക്കും. നഗരത്തിലെ വർദ്ധിച്ചുവരുന്ന നായശല്യം ഒഴിവാക്കുന്നതിനുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് വേണ്ട പദ്ധതി നടപ്പാക്കാനും തീരുമാനിച്ചതായി ചെയർമാൻ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ ചെയർമാനെ കൂടാതെ UDF പാർലമെന്ററി പാർട്ടി നേതാക്കളായ അഡ്വക്കേറ്റ് U മുഹമ്മദ്, ബിജു നസറുള്ള, ഹസൻ കോയ, സോളമൻ റൊസാരിയോ, വള്ളിയിൽ റസാക്ക്, അസിം നാസർ, മിനി സാമുവൽ, അനിത മുട്ടാണിക്കൽ, മിനി അച്ഛൻകുഞ്ഞ് തുടങ്ങിയവർ പങ്കെടുത്തു. CDNet ന്യൂസ്, കായംകുളം.